വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിലൂടെയാണ് നമ്മെ തന്നെ നമുക്ക് കണ്ടെത്തുവാനും നമ്മെ വെട്ടിയൊരുക്കുവാനും നമുക്ക് സാധിക്കുക. ദൈവവചനം കൂടുതൽ സമയം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും നമ്മൾ കൂടുതൽ ജാഗ്രത ഉള്ളവരായി മാറണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ആയതിനാൽ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് തിരുവചനത്തിനുമായി നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം നമ്മുടെ പ്രവർത്തികളുടെ ഫലം നാം അനുഭവിക്കുമോ? ഇന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രവർത്തികളുടെ അനന്തരഫലം നമുക്കുണ്ടാകുമോ? ഞാൻ അനുഭവിക്കേണ്ടി വരുമോ? എന്നാൽ ഇതിനെക്കുറിച്ച് തിരുവചനം എന്തു പറയുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും ലഭിക്കും. ഇവിടെ യേശു വളരെ വ്യക്തമായിട്ട് ഈ തിരുവചനം ഇവിടെ പഠിപ്പിക്കുക. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നിങ്ങൾ നടത്തരുത്, നിങ്ങളും കുറ്റാരോപിതരാകുകയില്ല. നിങ്ങൾ ക്ഷമിക്കുവിൻ, നിങ്ങൾക്കും ക്ഷമിച്ചു കിട്ടും. നിങ്ങൾ കൊടുക്കുവിൻ, നിങ്ങൾക്കും ലഭിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയുടെ അനന്തരഫലം ആ പ്രവൃത്തിയിൽ തന്നെ ഉണ്ട് എന്നും അത് ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന് യേശു ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വിധിക്കരുത്. നിങ്ങൾ വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും. അപ്പോൾ നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ വിധിക്കരുത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചാടിക്കേറി മറ്റുള്ളവരെ വിധിക്കാൻ നോക്കിയാൽ സത്യം അറിയാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വിധി പ്രഖ്യാപിച്ചാൽ കുറ്റാരോപിച്ചാൽ ഇത് നമ്മൾ എന്തു ചെയ്തോ അതിൻ്റെ അനന്തരഫലം
തിരിച്ചു അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ വിധിക്കരുത്, കുറ്റം ആരോപിക്കരുത്, കുറ്റാരോപണം നമ്മൾ നടത്തരുത്. സത്യത്തിൽ ഇത് രണ്ടുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം. ആരെക്കുറിച്ചും ആത്മീയ മണ്ഡലത്തിൽ നിൽക്കുന്ന പോപ്പ് മുതൽ താഴോട്ടുള്ള ഇങ്ങേ അറ്റത്തുള്ള കന്യാസ്ത്രീ അൽമൈനി വരെ ഉള്ള എല്ലാവരെയും, കർദിനാളിനെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും എല്ലാം വിധിക്കുന്നതിന് ഇന്ന് വിശ്വാസികളായിരിക്കുന്നവർക്ക് ഒരു നാണവുമില്ല, ലജ്ജയുമില്ല, ഭയമില്ല. പിന്നെ രാഷ്ട്രീയത്തിലുള്ളവരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിധിക്കരുത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. എന്തിനാ? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ. അപ്പം നമ്മൾ ഒരു വിധിയാളൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാണ് മരണശേഷം. മാത്രമല്ല ഇവിടെ തന്നെയും നമ്മൾ വിധിക്കപ്പെടാം. കുറ്റാരോപണം നടത്തരുത്, കുറ്റാരോപണം നടത്തരുത്. നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ സൂസന്നായ്ക്കെതിരെ 2 പ്രമാണിമാർ കുറ്റം ആരോപിച്ചു. അവൾ ചില പുരുഷന്മാരുമായിട്ട് വ്യഭിചാര പ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് കുറ്റം ആരോപിച്ച് അത് സഭയിൽ വിളിച്ചു പറഞ്ഞ് നാട് മുഴുവൻ അറിയിച്ച് നാട്ടിലെ ജനം മുഴുവൻ അതറിഞ്ഞു. അവസാനം അതിൻ്റെ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാനിയേലിലൂടെ വെളിപ്പെടുത്തി. കുറ്റം ആരോപിച്ച ആ 2 പ്രമാണിമാർ അവർ കുറ്റാരോപിതരായി മാറ്റപ്പെട്ടു. കുറ്റാരോപിതരായി അവർ മാറ്റപ്പെട്ടു. സൂസന്നയെ എങ്ങനെ കൊല്ലുവാനായിട്ടാണോ അന്നത്തെ നിയമം അനുശാസിച്ചത് ആ വിധത്തിൽ ഈ കുറ്റാരോപിതരായ ഈ പ്രമാണിമാരെ കൊന്നുകളഞ്ഞു. ദാനിയേൽ പ്രവാചകനെതിരെ ചില വ്യക്തികൾ, പ്രമാണിമാർ രാജാവിൻ്റെ സന്നിധിയിൽ ഇതാ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു, അറിയിച്ചു. എന്നാൽ പിന്നീട് അവരെ ഇതാ രാജാവ് സിംഹത്തിൻ്റെ കുഴിയിലോട്ട് എറിഞ്ഞിട്ട് കൊടുത്ത് കൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്നും ഈ കാലഘട്ടത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മരണത്തിന് തുല്യമായ വിധിയോ ശിക്ഷയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന, കുടുംബത്തെ, തലമുറകളെ തകർത്ത് കളയുന്ന വലിയ അനന്തരഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തികളുടെ പിന്നിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ കുറ്റം ആരോപിക്കരുത്. വീണ്ടും പറയുന്നു, നിങ്ങൾ ക്ഷമിക്കുവിൻ, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കപ്പെടും. ക്ഷമിക്കുവിൻ. അപ്പോൾ ക്ഷമ എന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമ്മെ വേദനിപ്പിച്ചവരോട്, നമ്മുടെ കുടുംബത്തെ വേദനിപ്പിച്ചവരോട്, അവരോടെല്ലാം പ്രിയമുള്ളവരെ നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ നിരവധിയായ പാപങ്ങളും ക്ഷമിക്കപ്പെടും. ഇല്ല എങ്കിൽ, നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ക്ഷമിക്കപ്പെടുകയില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ ക്ഷമിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്കും ക്ഷമിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ, നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട്, ചതിച്ച വഞ്ചിച്ച വ്യക്തികളോട് നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നമ്മൾക്കും ക്ഷമിച്ചു കിട്ടുകയില്ല, നാം ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് തിരുവചനത്തിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് യേശു തന്നെ ഒരു എക്സാമ്പിൾ, ഉപമ പറയുന്നുണ്ട്. വലിയ രാജസന്നിധിയിൽ തൻ്റെ കടങ്ങളെല്ലാം 10 ദിനാറ 1000 ധനാറ ഇളച്ചു കിട്ടാൻ വേണ്ടി രാജസന്നിധിയിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചവന് രാജാവ് ആ കടങ്ങൾ മുഴുവൻ ഇളച്ചു കൊടുത്തു.
ഇളച്ച് കിട്ടിയവൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തനിക്ക് 10 ദനാറ തരാനുണ്ടായിരുന്ന ഇതാ വ്യക്തിയുടെ കുത്തിന് കയറിപ്പിടിച്ച്, കൊങ്ങായിക്ക് കയറിപ്പിടിച്ച്, അവൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞു, ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞു, സമ്മതിക്കുകയില്ലെന്ന് ഇവൻ പറഞ്ഞു, ഇതാ അവനെ മർദ്ദിക്കുകയാണ്. അപ്പോൾ ക്ഷമിച്ചു കൊടുക്കാത്ത അവനോട് രാജാവ് വീണ്ടും അവനെ ഇത് രാജസന്നിധിയിൽ കൊണ്ടുവന്ന് തുറങ്കിലടയ്ക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിലൂടെ നമ്മുടെ നിരവധിയായ പാപങ്ങൾ പിതാവായ ദൈവം ക്രിസ്തു വഴി നമ്മളോട് ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ്, കടപ്പാടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കുമ്പസാരത്തിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ പാപമായിക്കോട്ടെ, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വൈദികൻ നിനക്ക് ആശീർവാദം നൽകിക്കോട്ടെ, അതൊരു കൂദാശയാണ്. എങ്കിലും ക്ഷമിച്ചു കിട്ടിയ നീ വീട്ടിൽ വരുമ്പോൾ ജീവിത പങ്കാളിയോട്, ഭർത്താവിനോട്, മറ്റുള്ളവരോട്, സമൂഹത്തോട്, സ്നേഹിതരോട് നീ ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ, വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, മറക്കാൻ തയ്യാറല്ലെങ്കിൽ, കുമ്പസാരത്തിലൂടെ നിനക്ക് ലഭിച്ച പാപമോചനം വീണ്ടും നഷ്ടപ്പെടുക ചെയ്യുന്നത്. ആയതിനായി ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ക്ഷമിക്കുക. എന്തുമായിക്കോട്ടെ, എത്ര വേദനയുടെ അനുഭവമായിക്കോട്ടെ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, മറക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾക്കും അത് ദൈവത്തിൽ നിന്ന് കിട്ടും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അടുത്തത്, നിങ്ങൾ കൊടുക്കുവിൻ, നിങ്ങൾക്കും തിരിച്ചു കിട്ടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൊടുത്താൽ ഒരിക്കലും അത് നഷ്ടമല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ജീവൻ കൊടുക്കുക, ജീവിതം കൊടുക്കുക, യേശുവിന് വേണ്ടി കൊടുക്കുക, സമൂഹത്തിന് വേണ്ടി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊടുക്കുന്ന വ്യക്തികളായി, സ്നേഹം കൊടുക്കുന്നവരായി, ക്ഷമ കൊടുക്കുന്നവരായി, സമയം കൊടുക്കുന്നവരായി, ജീവിതം കൊടുക്കുന്നവരായി, സന്തോഷം കൊടുക്കുന്നവരായി, സമ്പത്ത് കൊടുക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടുക. കൊടുക്കുക എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമാണ് ചിലപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. അല്ല, മറ്റുള്ളവർക്ക് സമയം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, കരുതൽ കൊടുക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സമ്പത്ത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് പ്രിയമുള്ളവരെ നമ്മൾ കൊടുക്കണം. പഴയ നിയമത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മുടെ വരുമാനത്തിൻ്റെ 10-1 ദൈവവേലയ്ക്കുള്ളതാണ്, ദൈവത്തിന് കൊടുക്കേണ്ടതാണ്, ദൈവ ശുശ്രൂഷയ്ക്ക് കൊടുക്കേണ്ടതാണ്. 10-1. പുതിയ നിയമത്തിൽ എൻ്റെ കണക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. പുതിയ നിയമത്തിൽ എന്താണ് 10% പുതിയ നിയമത്തിൽ ദൈവം തന്നത് മുഴുവൻ ദൈവത്തിനുള്ളതാണ്, എൻ്റേത് മുഴുവൻ ദൈവത്തിനുള്ളതാണ്. അപ്പസ്തോലന്മാരെ നോക്ക്, അവർ തങ്ങളുടെ മുഴുവൻ വഞ്ചിയും വലയും മത്സ്യവും ഉപേക്ഷിച്ച്, പത്രോസ്ലിയ മറ്റൊരുത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടേതായ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ ഞങ്ങൾ അനുഗമിച്ചല്ലോ. അപ്പോൾ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ തനിക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കുന്ന മനോഭാവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞു വന്നത്, പുതിയ നിയമത്തിൽ 10%-ലധികം നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടവരാണ്, നമ്മൾ നൽകേണ്ടവരാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പാവങ്ങളായിരിക്കുന്ന എന്തേറെ ആൾക്കാരുണ്ട്. പാവപ്പെട്ട വ്യക്തികൾ, വെറും ഓലപ്പേരയ്ക്കകത്ത് കഴിയുന്നവർ, പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടി ടാർപോളിൻ്റെ അകത്ത് കഴിയുന്നവർ നമ്മുടെ ചുറ്റുപാടും എന്തേരെയുണ്ട്. പ്രിയമുള്ളവർ, പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് ചെലവില്ലാത്തവർ, രോഗികളായിരിക്കുന്നവർ, അവരെയൊക്കെ നമ്മൾ സഹായിക്കേണ്ടവരാണ്. കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവർക്ക് ദൈവം നൽകും. ദൈവം നൽകുന്നത് കുറഞ്ഞു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ വിധിക്കരുത്, കുറ്റാരോപണം നടത്തരുത്,
3 ക്ഷമിക്കുക, 4 കൊടുക്കുക. ഈ പ്രവൃത്തികൾ ചെയ്താൽ, ഇത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ചുള്ള ഇതുപോലുള്ള ഏത് പ്രവൃത്തിയും, ആ ഏത് പ്രവൃത്തിക്കും തക്ക പ്രതിഫലം പ്രിയമുള്ളവരെ ആ പ്രവൃത്തിയിൽ തന്നെയുണ്ട്. നമ്മുടെ പ്രവൃത്തികളുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 7-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നെല്ല് വെച്ചാൽ നെല്ല് കൊയ്യാം, നെല്ല് വിതച്ചാൽ ഗോതമ്പ് കൊയ്യാൻ പറ്റിയല്ല, നെല്ല് തന്നെ കൊയ്യാം. നിങ്ങൾ നന്മയ്ക്കായി നന്മ വിതയ്ക്കുന്നു എങ്കിൽ നന്മ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും കൊയ്തെടുക്കുവാൻ സാധിക്കും. എന്നാൽ മറിച്ച് നിങ്ങൾ തിന്മയാണ് കൊയ്യുന്നതെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രവർത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. അഥവാ നിങ്ങൾ അനുഭവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളിലേക്ക് അത് കടന്നു പോകാം. ഇത് ദൈവം തരുന്ന ശിക്ഷയല്ല, ഇത് ദൈവശിക്ഷയല്ല, ദൈവത്തിൻ്റെ ശാപമോ അല്ല, ഇത് ദൈവത്തിൻ്റെ ശിക്ഷയോ ശാപമോ അല്ല. ഹല്ലേലൂയ. ഇത് അവരവരുടെ പ്രവർത്തികളുടെ ഫലമാണ്. അതാണ്, ഇത് തിരുവചനമാണ്. വളരെ വ്യക്തമായിട്ട് തിരുവചനം ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുക. നിങ്ങൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അമിതമായി മദ്യപിച്ച് ദിവസവും മദ്യപിച്ച് നിങ്ങൾ കളഞ്ഞു മുടിക്കുന്ന ആയിരക്കണക്കിന് രൂപ, അതിൻ്റെ അനന്തര ഫലം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കുടുംബത്തിലെ എല്ലാവർക്കും അനുഭവിക്കേണ്ടതാണ് നിങ്ങൾ അധ്വാനിക്കുന്ന പണം. നിങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാം അനുഭവിക്കേണ്ട, ആസ്വദിക്കേണ്ട ആ പണം എല്ലാ ദിവസവും നിങ്ങൾ ബാറിക്കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾ കുടിക്കുമ്പോൾ സാമ്പത്തികമായ തകർച്ച ഒന്നാമതുണ്ടാകുന്നു, 2 മാനസികമായ പ്രശ്നമുണ്ടാകുന്നു. ആ കുടുംബത്തിൽ സമാധാനമില്ല, ഭാര്യയ്ക്ക് സമാധാനമില്ല, മക്കൾക്ക് സമാധാനമില്ല. എപ്പോഴും കലഹം, അടി, ഇട്ടി, ബഹളം ആ കുടുംബത്തിൽ. സമൂഹത്തിലോട്ട് ആ കുഞ്ഞുങ്ങൾക്കോ ഭാര്യയ്ക്കോ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവർ ഒറ്റപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. മാത്രമല്ല, മദ്യപാനം പാപമാണ്. പാപമായതുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ നിങ്ങളുടെ മേൽ കടന്നു വരും. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. കുടിച്ച് കുടുംബം മുടിപ്പിച്ച തകർത്ത് കളയുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യുവാൻ ഇട വരും. അത് ഓർത്തിട്ട് വേണം നമ്മൾ വിതയ്ക്കാൻ. നമ്മൾ നഴ്സറിയിൽ നിന്ന് എപ്പോഴും തൈകൾ വാങ്ങുമ്പോൾ ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ലത് മാത്രമേ നോക്കി വാങ്ങിയുള്ളൂ. ഏറ്റവും നല്ല ഫലം കൊയ്തെടുക്കാൻ വേണ്ടി, നല്ല ഫലം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ഏത് വിത്തും ഏറ്റവും നല്ലത് മാത്രമേ നമ്മൾ വിതയ്ക്കൂ. നല്ല മണ്ണ് ഉള്ളിടത്ത്, നല്ല വെളിച്ചമുള്ളിടത്താണ് നമ്മളത് ആ വിത്ത് വിതയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ നന്മ നമുക്ക് കൊയ്യുവാൻ, അനുഗ്രഹം കൊയ്യുവാൻ അനുഗ്രഹം വിതയ്ക്ക്, നന്മ കൊയ്തെടുക്കുവാൻ നന്മ വിതയ്ക്ക്, സമാധാനം കൊയ്യണമെങ്കിൽ സമാധാനം വിതയ്ക്ക്, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അനുഗ്രഹം നിങ്ങൾ വിതയ്ക്ക്. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, നിങ്ങളുടെ കൂട്ടായ്മകളിൽ, നിങ്ങൾ എവിടെയായിരിക്കുമ്പോഴും അനുഗ്രഹം വിതച്ചാൽ, നന്മ വിതച്ചാൽ, സന്തോഷം വിതച്ചാൽ, വിശുദ്ധി വിതച്ചാൽ, സത്യസന്ധത വിതച്ചാൽ നിങ്ങൾക്ക് അത് കൊയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ തലമുറകൾക്കും അത് അനുഭവിക്കുവാൻ സാധിക്കും. നമുക്ക് ദാവീദിനെക്കുറിച്ചറിയാം. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു നെഗറ്റീവ് അനുഭവം, അവൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, അവൻ ഊറിയായെ കൊല്ലുകയും ഊറിയായുടെ ഭാര്യയെ വെച്ചുകൊണ്ട് പാപം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഊറിയായെ കൊന്നു, അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കി അവളുമായിട്ട് പാപം ചെയ്തു.
ഇത് വളരെ രഹസ്യമായി നടന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി അവൻ വിതച്ചു. കൊലപാതകം വിതച്ചു, വ്യഭിചാരം വിതച്ചു. അതാരും അറിഞ്ഞില്ല. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ, ദാവീദിന് തൻ്റെ വീട്ടിൽ തൻ്റെ മക്കൾ തന്നെ ഇതാ ശല്യമായിട്ട് മാറി. ഒരു മകൻ ഇതാ സ്വന്തം സഹോദരിയെ, മകളെ അവളുമായിട്ട് പാപം ചെയ്യുകയാണ്. സ്വന്തം സഹോദരൻ സഹോദരിയെ കുടുംബത്തിൽ വ്യഭിചാര പ്രവൃത്തി ചെയ്യുകയാണ്. ഒരു മകൻ ഇതാ രാജാവിൻ്റെ ഒരു ഭാര്യയെ, ദാവീദിൻ്റെ മറ്റൊരു ഭാര്യയുമായിട്ട് ഇതാ പാപം ചെയ്യുന്നു. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൊന്നുകളയുന്നു. ദാവീദ് എന്തെല്ലാം വിതച്ചോ ആ വിതച്ചതെല്ലാം സ്വന്തം കുടുംബത്തിൽ മക്കളായിട്ട് ഇതാ ചെയ്യുകയാണ്. വിതച്ച് തന്നെ കൊയ്യും. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദര സഹോദരി, നമുക്ക് നുണ പറയാതിരിക്കാം, മറ്റുള്ളവരെ ചതിക്കാതിരിക്കാം, കള്ളത്തരം കാണിക്കാതിരിക്കാം, വഞ്ചന നടത്താതിരിക്കാം, വേറൊരാളെ കണ്ണുനീര് കുടിപ്പിക്കാതിരിക്കാം, നീ മൂലം വേറൊരാൾ വേദനിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ മൂലം ഒരാൾ വേദനിക്കാൻ ഇടവന്നാൽ, കരയുവാൻ, കണ്ണുനീര് വരുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലം നമ്മൾ കൊയ്യേണ്ടി വരും. അതുകൊണ്ട് കള്ളത്തരം കാണിക്കുക, വഞ്ചന നടത്തുക, തട്ടിപ്പ് കാണിക്കുക, വെട്ടിപ്പ് നടത്തുക, സാമ്പത്തിക ക്രമക്കേട്ടുകൾ നമ്മൾ നടത്തുക, ഇതിലൂടെയെല്ലാം പ്രിയമുള്ളവരെ നമ്മുടെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അനീതി ഉഴുത് തിന്മ വിതയ്ക്കുക, നിലം ഉഴുത് നല്ല വിത്ത് വിതയ്ക്കുന്ന പോലെ അനീതി ഉഴുത് ആ നിലത്ത് തിന്മ വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുകയാണ്. ഇന്ന് ചിലരുടെ വായിൽ നിന്ന് അവരുടെ സംസാരവും അവരുടെ ചിന്തകളും അവരുടെ മനോഭാവങ്ങളും അവർ ചിന്തിക്കുന്നത് പോലും അവർ സംസാരിക്കുന്ന പോലും അനീതിപരമായ, തെറ്റായ, നെഗറ്റീവായ, നിഷേധാത്മകമായ വാക്കുകളും ചിന്തകളും കാര്യങ്ങളും മനോഭാവങ്ങളും ഉള്ളൂ. താൽക്കാലികമായി പെട്ടെന്ന് കിട്ടുന്ന, പെട്ടെന്ന് കാണാൻ പറ്റുന്ന, പെട്ടെന്ന് അനുഭവിക്കുന്ന താൽക്കാലികമായ ചില ലാഭത്തിന് വേണ്ടിയിട്ട് ഇന്ന് പലരും തിന്മ വിതയ്ക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ അത് തന്നെ കൊയ്യേണ്ടി വരുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആയതിനാൽ നമുക്ക് നന്മ വിതയ്ക്കാം, നന്മ കൊയ്യാം. അനുഗ്രഹം വിതയ്ക്കാം, അനുഗ്രഹം കൊയ്യാം. അഭിഷേകം വിതച്ച് അഭിഷേകം കൊയ്യാം. അനുഗ്രഹം വിതച്ച് നമ്മുടെ തലമുറകൾ അനുഗ്രഹം കൊയ്യട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ വിധിക്കുന്ന സമയത്ത് ആ യഹൂദ ജനങ്ങൾ മുഴുവൻ, യഹൂദർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന്. അപ്പോൾ യഹൂദന്മാർ ഒന്നുചേർന്ന് വിളിച്ചു പറയുകയാണ്, ഈ യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ അവനെ കുരിശുത്തറയ്ക്കുന്നതിൻ്റെ കുറ്റവും അതിൻ്റെ പരിണതഫലങ്ങളും ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ തലമുറകളിലേക്കും അതിൻ്റെ പരിണതഫലം വരട്ടെ, ഞങ്ങളത് അനുഭവിച്ചോളാം എന്ന്. പിന്നീട് ചരിത്രം തെളിയിക്കുന്നത് യഹൂദന്മാർ അവിടെ നിന്ന് ഛിന്ന ഭിന്നമായി പോകുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെടുക ചെയ്യുന്നത്. തലമുറകൾ ഇതാ 20 നൂറ്റാണ്ടായിട്ട് അതിൻ്റെ തലമുറകൾ അതിൻ്റെ പരിണതഫലം അനുഭവിച്ചു. നാമും വാക്കുകളാൽ പോലും ഞാനിത് അനുഭവിച്ചോളാം, നിങ്ങൾക്കൊരു മടക്കവും ഇല്ലല്ലോ എന്നൊക്കെയുള്ള വാക്കുകൾ കൊണ്ടുള്ള ആ പ്രയോഗങ്ങൾ പോലും പ്രിയമുള്ളവരെ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ആയതിനാൽ വാക്കുകൾ കൊണ്ട് പോലും ശാപത്തിൻ്റെ വാക്കുകൾ പറയാതെ, നിഷേധാത്മകമായ വാക്കുകൾ പറയാതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നാം നമ്മുടെ നാവിനെ വിശുദ്ധമായി സൂക്ഷിക്കുക. നമ്മുടെ കൈകളെ, പ്രവൃത്തിയെ, മനോഭാവങ്ങളെ വിശുദ്ധമായി സൂക്ഷിച്ചാൽ അതിൻ്റെ അനന്തരഫലം നമുക്കും നമ്മുടെ കുടുംബത്തിനും തലമുറകൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവവരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇത് കാണുന്ന വ്യക്തികളെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവിടെ മേൽ കരുണ തോന്നണമേ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണപ്പ. അശുദ്ധമായി ഇത് പറയാതെ നാവിനെ വിശുദ്ധമായി സൂക്ഷിക്കാൻ അവരെ സഹായിക്കണമേ. തെറ്റായ മുൻവിധിയിൽ നിന്ന് കുറ്റാരോപണം നടത്തുന്ന മനോഭാവങ്ങളിൽ അവർ വിട്ടുവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോടെല്ലാം പൂർണ്ണമായും നിരുപാധികമായി ക്ഷമിക്കുവാൻ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും തൊടണമേ. ക്ഷമയുടെ ആത്മാവുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കാനുള്ള കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. അത്യുന്നതിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് ഹല്ലേലൂയ, ആത്മാവിൻ്റെ നിറവോടെ ജീവിപ്പാൻ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എളിമയുടെ സ്നേഹത്തിൻ്റെ മനോഭാവം കൊടുക്കണമേ കർത്താവേ. വിശുദ്ധ ജീവൻ നയിപ്പാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ മേലുള്ള ശാപങ്ങൾ, കുടുംബങ്ങളുടെ മേലുള്ള തലമുറകളുടെ മേലുള്ള ശാപങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഹല്ലേലൂയ യേശുവിലൂടെ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഇവരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ